ഉക്രൈന്റെ ദേശീയ പതാക ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 23 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീവ് സന്ദർശനം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ആദ്യത്തേതായി അടയാളപ്പെടുത്തുന്നു. ആഗോള ഭൗമരാഷ്ട്രീയത്തെ മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് കാര്യമായി വെല്ലുവിളി ഉയർത്തുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം. ഉക്രൈനുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം, പ്രത്യേകിച്ച് പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ഇന്ത്യക്ക് ഈ സന്ദർശനം ഒരു അതുല്യമായ അവസരം നൽകുന്നു. കൂടാതെ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും നേട്ടമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതായത്, ഇന്ത്യക്ക് നിലവിൽ തങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്കായി മികച്ച മറൈൻ എഞ്ചിനുകൾ അത്യാവശ്യമാണ്. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ വലിയ വ്യോമഗതാഗത കപ്പലുകളും സാങ്കേതിക വിദ്യകളും, അതായത് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ളവയുടെ നവീകരണം എന്ന ലക്ഷ്യവും ഇന്ത്യക്കുണ്ട്. 2009 കരാർ പ്രകാരം നവീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-32 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനങ്ങളെ റഷ്യ ഉക്രൈൻ യുദ്ധം മികച്ച രീതിയിൽ ബാധിച്ചിരുന്നു. ഉക്രൈനിയൻ മേൽനോട്ടത്തിൽ ഉക്രൈനിൽ 40 വിമാനങ്ങളും ഇന്ത്യയിൽ 65 വിമാനങ്ങളും നവീകരിക്കുന്നതിനായിരുന്നു ഇരു രാജ്യങ്ങളും ഈ കരാർ ഒപ്പിട്ടത്. എന്നാൽ സ്പെയർ പാർട്സ് വിതരണം ചെയ്യാൻ റഷ്യ വിസമ്മതിച്ചതിനാൽ വിതരണ ശൃംഖല തടസ്സപ്പെട്ടു. ഇതുമൂലം ഉക്രൈനിൽ നവീകരിക്കാനിരുന്ന 40 വിമാനങ്ങളിൽ അവസാനത്തെ 5 എണ്ണം കീവിൽ കുടുങ്ങിപ്പോവുകയും ഉക്രൈനിയൻ എഞ്ചിനീയർമാരുടെ വിടവാങ്ങലും സ്പെയർ പാർട്സിന്റെ കുറവും കാരണം ഇന്ത്യയിലെ പ്രാദേശിക നവീകരണം സ്തംഭിക്കുകയും ചെയ്തു. ഇന്ത്യയുടേതുൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള നാവികസേനകൾ ഉപയോഗിക്കുന്ന ടർബൈൻ എഞ്ചിനുകളുടെ നിർമ്മാണത്തിന് സുപ്രധാനമായ മൈക്കോളവയിലെ സോരിയ-മാഷ് റോക്കറ്റ് സമുച്ചയം 2022 മാർച്ചിൽ റഷ്യൻ സൈന്യം ലക്ഷ്യമിടുകയും അതിന്റെ പ്രവർത്തനശേഷിയെ ഗുരുതരമായി വികലമാക്കുകയും ചെയ്തു. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഈ വെല്ലുവിളികളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്നതിനാൽ മൈക്കോളവിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം അതിനെ ഷെല്ലാക്രമണത്തിന്റെയും അടിസ്ഥാന സൗകര്യനാശത്തിന്റെയും പതിവ് ലക്ഷ്യമാക്കി മാറ്റുന്നു. യുദ്ധക്കപ്പലുകൾക്കായി ഈ ടർബൈനുകളെ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സോരിയ-മാഷ് റോക്കറ്റ് സമുച്ചയത്തിന്റെ സ്വാധീനം വളരെ പ്രധാനമാണ്. ഈ തടസ്സങ്ങൾ കണക്കിലെടുത്ത് ഉക്രൈനുമായുള്ള സഹകരണത്തിന്റെ പുതിയ വഴികൾ പര്യവേഷണം ചെയ്യുന്നതിനുള്ള തന്ത്രപരമായ അവസരമാണ് മോദിയുടെ കീവ് സന്ദർശനം ഇന്ത്യക്ക് നൽകുന്നത്. സഹകരണത്തിനുള്ള സാധ്യതയുള്ള ഒരു മേഖല ഇന്ത്യയിൽ സംയുക്ത സംരംഭങ്ങൾ സ്ഥാപിക്കലാണ് എന്നതിനാൽ ഉക്രൈനിയൻ സാങ്കേതിക വിദഗ്ധർക്ക് നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ കമ്പനികളോടൊപ്പം പ്രവർത്തിക്കാനാകും. അതോടൊപ്പം ഭാരത് ബോർജ് അടുത്തിടെ സോരിയയുടെ ഇന്ത്യൻ വിഭാഗത്തിൽ 51% ഓഹരികൾ സ്വന്തമാക്കിയത് അത്തരമൊരു പങ്കാളിത്തത്തിന് അടിത്തറയിട്ടേക്കാമെന്നും കരുതപ്പെടുന്നു. നിലവിൽ കുർസ്കിലെ ഉക്രൈനിയന്റെ മുന്നേറ്റത്തോട് പ്രതികരിക്കാൻ റഷ്യയും പാടുപെടുകയാണ്. സംവാദത്തിന്റെയും നയതന്ത്രത്തിന്റെയും ആവശ്യകത ഊന്നിപ്പറയുന്ന ഇന്ത്യൻ സർക്കാർ സംഘർഷത്തിൽ സ്ഥിരമായ നിലപാട് പുലർത്തിപ്പോരുന്നു. ഉക്രൈനുമായും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഇടപെടലുകൾ സ്വതന്ത്രവും സുസ്ഥിരവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ ആവർത്തിച്ചിരുന്നു. ഈ സൂക്ഷ്മമായ സമീപനം കീവിലെ ചർച്ചകൾക്ക് വഴികാട്ടുമെന്നും അവിടെ നരേന്ദ്രമോദി പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ഇന്ത്യയുടെ നിഷ്പക്ഷ നിലപാടിനെക്കുറിച്ച് സെലൻസ്കി ചില കടുത്ത ചർച്ചകളിൽ ഏർപ്പെട്ടേക്കാമെങ്കിലും മോദിയെ കീവിലേക്ക് സ്വാഗതം ചെയ്യുകയും നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് വിശാലവും തന്ത്രപരവുമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു. ഉക്രൈനിന്റെ ദേശീയ പതാക ദിനമായ ഓഗസ്റ്റ് 23 മോദിയുടെ സന്ദർശനം ഈ യോഗത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. മോദിയും സെലൻസ്കിയും ഉഭയകക്ഷി ബഹിരാഷ്ട്ര സഹകരണം ചർച്ച ചെയ്യുമ്പോൾ നിലവിലുള്ള സംഘർഷം മാത്രമല്ല, വ്യാവസായിക പ്രതിരോധ ബന്ധങ്ങൾ ആഴത്തിലാക്കാനുള്ള വഴികൾ ആരായാനുള്ള ശക്തമായ സാധ്യതയുമുണ്ട്. പ്രതിരോധ ഉൽപാദനത്തിലെ തന്ത്രപരമായ പങ്കാളിത്തം ചർച്ച ചെയ്യുന്നതിനും നിലവിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് സത്യസന്ധമായ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിനും ഈ സന്ദർശനം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്കൊരു പ്രധാന പങ്കാളിയായി സ്വയം സ്ഥാപിക്കാനാകും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെള്ളിയാഴ്ചയിലെ ഉക്രൈൻ സന്ദർശനം ന്യൂഡൽഹിയുടെ ദീർഘകാല സഖ്യകക്ഷിയായ റഷ്യ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. 2022 മോസ്കോയുടെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം ഇരു കക്ഷികളുമായും ശക്തമായ വ്യാപാരവും നയതന്ത്ര ബന്ധവുമുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ബദ്ധശത്രുക്കളായ റഷ്യയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സഖ്യങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിനിടയിലാണ് ഈ യാത്രയെന്നതും ഈ സന്ദർശനത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലുടനീളം മോദിയുടെ സർക്കാർ നിഷ്പക്ഷത പാലിക്കാൻ നോക്കിയെങ്കിലും റഷ്യയുമായുള്ള കർശനമായ വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. യുദ്ധത്തെ അപലപിക്കാൻ ഇന്ത്യ വിസമ്മതിക്കുകയും ഊർജ്ജ വാങ്ങലുകൾ ബഹിഷ്കരിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾക്കിടയിലും വിലക്കുറവുള്ള റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയും ചെയ്തു. ഇപ്പോൾ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ നിർദ്ദേശപ്രകാരം വരുന്ന ഈ ആഴ്ചയിലെ മോദിയുടെ കീവ് സന്ദർശനത്തിലൂടെ ഇന്ത്യ ഉക്രൈനുമായി അടുത്ത ബന്ധം ഉറപ്പിക്കുന്നതായി കരുതപ്പെടുന്നു. 1991 യൂറോപ്യൻ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ, അതായത് 30 വർഷം മുൻപുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ രാഷ്ട്രതലവന്റെ ഉക്രൈനിലേക്കുള്ള ആദ്യ യാത്രയാണ് നിലവിലെ മോദിയുടെ സന്ദർശനമെന്നതും ഈ സന്ദർശനത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു.
മോദിയും സെലൻസ്കിയും പരസ്പരം നന്നായി അറിയില്ലെന്നും കഴിഞ്ഞ മാസങ്ങളിൽ ഇറ്റലിയിലും ജപ്പാനിലും നടന്ന G7 ഉച്ചകോടിക്കിടയിൽ 2 തവണ മാത്രമാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും തിങ്കളാഴ്ച യാത്ര പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം മോദിയുടെ വരാനിരിക്കുന്ന സന്ദർശനത്തെ ഇന്ത്യ-ഉക്രൈൻ ബന്ധത്തിലെ നാഴികക്കല്ലും ചരിത്രപരവുമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. ചൈന, തുർക്കി, നിരവധി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ എന്നിവയ്ക്കൊപ്പം റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ ഭാവിയിൽ മധ്യസ്ഥനാകാൻ സാധ്യതയുള്ള റഷ്യയുടെ ചുരുക്കം ചില അന്താരാഷ്ട്ര പങ്കാളികളിൽ ഒരാളായി ഇന്ത്യയെ കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയും ഉക്രൈനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വളരെ കുറവായിരുന്നു. അതായത് അധിനിവേശത്തിന് മുൻപ് ഏകദേശം $3 ബില്യൺ ആയിരുന്നു ഇന്ത്യയും ഉക്രൈനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം. എന്നാൽ ആഗോള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മോദിയും സെലൻസ്കിയും ആശയവിനിമയം നടത്തുകയും ഉക്രൈനിയൻ വിദേശകാര്യമന്ത്രി ഈ വർഷം ആദ്യം ന്യൂഡൽഹി സന്ദർശിക്കുകയും ചെയ്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാകാൻ കാരണമായി. അതേസമയം പോളണ്ടിലെ വാർസോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശനത്തിന് മുന്നോടിയായി മേഖലയിൽ ശാശ്വത സമാധാനത്തിനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. ഇത് യുദ്ധകാലമല്ല എന്ന തന്റെ നിലപാട് ആവർത്തിച്ച പ്രധാനമന്ത്രി മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടാൻ ഐക്യപ്പെടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. 1991 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉക്രൈനിലേക്കുള്ള ആദ്യ യാത്രയാണ് പ്രസിഡന്റ് സെലൻസ്കിയുടെ ക്ഷണപ്രകാരമുള്ള പ്രധാനമന്ത്രിയുടെ നിലവിലെ കീവ് സന്ദർശനം. നിലവിലുള്ള സംഘർഷം സമാധാനപരമായി പരിഹരിക്കാനുള്ള കാഴ്ചപ്പാടുകൾ ഉക്രൈനിയൻ നേതാവുമായി പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നു. അമേരിക്കയിൽ നിന്നും ചില പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങിയ മോസ്കോയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഉന്നതമായ യാത്രയ്ക്ക് ഏകദേശം 6 ആഴ്ചയ്ക്ക് ശേഷമാണ് നിലവിലെ ഈ സന്ദർശനം.